എൻ്റെ ഒരു ദിവസം രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. ഫ്രഷായി. ഏറെക്കുറെ വീട്ടമ്മമാരും നേരെ പോകുന്നത് അടുക്കളയിലേക്കാണ്. ഞാനും ആ പതിവ് ശീലം തെറ്റിക്കുന്നില്ല. നേരെ ഫ്രഷായി പോകുന്നത് അടുക്കളയിലേക്ക് തന്നെയാണ്. അപ്പോൾ നേരെ അടുക്കളയിലേക്ക് പോയി. തലേദിവസം ഇഡ്ഡലി മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഡ്ഡലിയുടെ മാവ് ഒന്ന് ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇഡ്ഡലി കോരി ഒഴിച്ചു. ഇഡ്ഡലിയിലൊപ്പം നമ്മുടെ മെയിൻ ഐറ്റമാണ് നമ്മുടെ നാളികേര ചട്നി. നാളികേര ചട്നി ഇല്ലാണ്ട് പിന്നെ എന്തൊരു ഇഡ്ഡലിയും ഇവിടെ പറ്റില്ല. അപ്പോൾ ഞാൻ നേരെ കുറച്ച് നാളികേര ചട്നി അരച്ചു. പിന്നെ അടുക്കളയിലെ പച്ചക്കറി കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് ചെറിയൊരു സാമ്പാറുണ്ടാക്കി. സാമ്പാർ വയ്ക്കുന്ന ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചോറിനും ഈ സാമ്പാർ തന്നെയാണ് എടുക്കുവാറ്. പിന്നെ ചെറിയൊരു ഉപ്പേരി കൂട്ടാൻ മാത്രം വെച്ചാൽ മതി. അപ്പോൾ സാമ്പാറും വെച്ച് കഴിഞ്ഞു. പിന്നെ ചായയും വെച്ചു. അപ്പോഴേക്കും പിള്ളേരൊക്കെ എഴുന്നേറ്റ് വന്നു. പിന്നെ ഞാനും പിള്ളേരെല്ലാവരും കൂടി ചായ കുടിച്ചു. ചായ കുടിച്ച് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ചു. പിന്നെ ഉപ്പേരിക്ക് വേണ്ടി പയറാണ് ഞാനിന്ന് ഉപ്പേരി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആ പയറൊക്കെ ഒന്ന് എരിഞ്ഞ് ഉപ്പേരി കാച്ചി. അതോടെ അടുക്കളയിലെ മെയിൻ പണികളെല്ലാം ഒന്നൊതുങ്ങി. ഇനി ഞാൻ നേരെ പോകുന്നത് എൻ്റെ കുറച്ച് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. തലയിൽ കുറച്ച് നേരം വെളിച്ചെണ്ണ തേച്ച് ഒന്ന് മസാജ് ചെയ്യണം. ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഞാനിതുപോലെ ചെയ്യും. ഒരു സ്പെഷ്യൽ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ തേക്കുന്നത്. വീട്ടിലെ പണികൾ മാത്രം എപ്പോഴും എടുത്തു നടക്കാതെ കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടും ആരോഗ്യത്തിന് വേണ്ടിയിട്ടും സൗന്ദര്യത്തിന് വേണ്ടിയിട്ടും എല്ലാം നമ്മൾ സമയം കണ്ടെത്തണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുറ്റത്തേക്ക് ഒന്നിറങ്ങി. മുറ്റത്ത് കുറച്ച് ദിവസമായി പപ്പായ മരത്തിലെ ഒരു നല്ല അടിപൊളിയായിട്ട് പപ്പാക്കായ പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരെ പോയിട്ട് ആ പപ്പക്കായ ഒന്ന് ഇട്ടു. നല്ല അടിപൊളിയായിട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്ന് മുറിച്ച് നേരെ ഫ്രിഡ്ജിൽ വെച്ചു. ഇനി അതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ കൂടി കഴിക്കാം. ഇപ്പോൾ നല്ല ചൂടൊക്കെയാണ്. ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ രസം കൂടുതൽ കിട്ടുന്നത്, പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ അടിച്ചുവാരി ഒന്ന് തുടച്ചിട്ടു. ഇപ്പം അടുക്കളയത്തെ ഒരുവിധം പണി കഴിഞ്ഞു. പിന്നെ നേരെ ഞാൻ കുളിക്കാൻ പോകുകയാണ്. കുറച്ച് നേരമായി വെളിച്ചെണ്ണ ഇങ്ങനെ തലയിൽ തേച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ പോയി കുളി കഴിഞ്ഞു. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ സൺസ്ക്രീനൊക്കെ ഒന്ന് മുഖത്ത് തേക്കണം. ഇപ്പോൾ ഇത്രയേ ചൂടാണ്. അപ്പം നമ്മൾ ഈ സൺസ്ക്രീനൊന്നും ഒരിക്കലും ഉപേക്ഷിക്കരുത്. സൺസ്ക്രീൻ നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായി മാറണം. അപ്പോൾ സൺസ്ക്രീൻ പുറത്തേക്ക് പോകുമ്പോൾ മാത്രമല്ല വീട്ടിൽ നിൽക്കുമ്പോഴും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം. അപ്പോൾ സൺസ്ക്രീനൊക്കെ ഒന്ന് മുഖത്ത് തേച്ചതിന് ശേഷം പിന്നെ നേരെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ പോകുകയാണ്. അതായത് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ ഞാൻ നേരെ ആ വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തു. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയായി. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കേണ്ട സമയമായി. അപ്പം ഞാനും പിള്ളേരും എല്ലാവരും കൂടി ഉച്ചയ്ക്കത്തെ ചോറ് കഴിച്ചു. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇപ്പം സമയം 2 മണിയായി. ഇനി ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് TV കാണും. പെൻഡ്രൈവിൽ ഏതെങ്കിലും നല്ല പടം കുറച്ച് നേരം ഇട്ട് കാണും. എനിക്ക് സാധാരണ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമില്ല. സിനിമയൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഒന്ന് വെറുതെ കിടക്കും. അപ്പോൾ സിനിമയൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 3:30 അപ്പോൾ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഞങ്ങളൊന്ന് മയങ്ങി ഉറങ്ങില്ല, വെറുതെ ഒന്ന് കിടക്കും. പിന്നെ ഇപ്പം സമയം 4:30. ഇനി ഞാൻ നേരെ അടുക്കളയ്ക്ക് കയറി ചായ വെച്ചു. ചായ കുടിച്ച് കഴിഞ്ഞു. കുറച്ച് നേരം പിള്ളേരുടെ കളികളൊക്കെ ഒന്ന് നോക്കിയിരുന്നു. പിന്നെ വീടിൻ മുറ്റത്തെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കും. ചെടികളൊക്കെ ഒന്ന് നനച്ച് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ വീടിൻ്റെ തൊട്ടൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അവിടേക്ക് ഞാനും പിള്ളേരൊക്കെ ഒന്ന് നടക്കാനിറങ്ങും. അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടാകും. കുറച്ച് കുട്ടികൾ ഇവിടെ ചൂണ്ടിയിടുന്നുണ്ട്. അത് കുറച്ച് നേരം കണ്ടിരിക്കും. പിള്ളേരൊക്കെ ആ കുട്ടികളുടെ ഒപ്പം കുറച്ച് നേരം ഇരുന്ന് കളിക്കും. അപ്പോൾ കളികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ നേരെ പോയിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. അടിച്ചുവാരി ഒന്നും കൂടി ഒന്ന് തുടച്ചിട്ട് വിളക്ക് വെച്ചു. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. പിന്നെ നേരെ അടുക്കളയ്ക്ക് പോയി രാത്രിയത്തെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് കുറച്ച് നേരം TVയുടെ മുന്നിലിരിക്കും. വേറെ ഒന്നല്ല, നമ്മുടെ സീരിയലുകളൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. എല്ലാ സീരിയലല്ല, 1-2 സീരിയൽ എനിക്കിഷ്ടപ്പെട്ട 1-2 സീരിയൽ ഞാൻ കാണും. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു. കുറച്ച് നേരം പിള്ളേരുടെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ രാത്രിയത്തെ ഭക്ഷണം കഴിച്ചു.
ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു, പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ഇപ്പോൾ ഏകദേശം കിടക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനും പിള്ളേരും എല്ലാം കഴിഞ്ഞു പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് കിടക്കാൻ പോകുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ഈ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ വീഡിയോസുമായി വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി കാണാം. ടാറ്റാ.